കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. വേഗം വരാമെന്ന് പറഞ്ഞ ശ്രീ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയും എല്ലാവരെയും ഒരിക്കൽ കൂടെ മീറ്റിങ്ങിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതവും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷദായകമായ അനുഭവങ്ങളിലൂടെ നമ്മെ നടത്തുന്ന മഹാദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെയുണ്ട്. നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്ന വിഷയത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഒടുവിലെ ഭാഗമായ കർത്താവിൻ്റെ ഭൂമിയിലെ പ്രത്യക്ഷതയാകുന്ന മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് നാം തുടർന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഈ തിരുവചന ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ട ദൈവസഭ വിശുദ്ധന്മാർക്ക് പ്രതിഫല വിഭാജനത്തിനായി ബേമ ന്യായാസനത്തുങ്കൽ പ്രവർത്തികൾ ശോധന കഴിക്കപ്പെട്ട് ഔദാര്യമായി പ്രതിഫലങ്ങൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന കർത്താവിന് യോജിച്ച മണവാട്ടിയായി തേജസ്കരിക്കപ്പെട്ട സഭയും കർത്താവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ മഹനീയമായ ദൈവപ്രവൃത്തിയുടെ മഹത്വത്തെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ആ രണ്ടാം ഭാഗമാകുന്ന മഹത്വ പ്രത്യക്ഷത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ രണ്ടാം ഘട്ടത്തിന് മുമ്പായി സ്വർഗസ്ഥലങ്ങളിൽ വെച്ച് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്ന ഒരു വലിയ വിരുന്ന് നടക്കും. അതിൽ അപ്പവും വീഞ്ഞും പ്രധാന വിഭവങ്ങളായിരിക്കും. ഇത് കർത്തൃമേശയുടെ പൂർത്തീകരണമാണ്. വേദഭാഗം വായിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ അവിടെ വലിയ പന്തലുമൊക്കെ ഇട്ട് ഗായക സംഘവും എല്ലാം നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്യാണത്തിന് സഭ ചെല്ലുന്നു. പിതാവായ ദൈവം രണ്ടുപേരെയും കൈകൂട്ടിപ്പിടിച്ച് ഉഭയസമ്മതം ചെയ്യിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നു. തുടർന്ന് റിസപ്ഷനാണ്. എല്ലാവരും കൂടെ ഇലയൊക്കെ ഇട്ട് ഉണ്ണുന്നു. വെജിറ്റേറിയൻ ഒരിടത്ത്, നോൺ വെജിറ്റേറിയൻ ഒരിടത്ത്, ഇങ്ങനെയൊക്കെ വലിയ ഭക്ഷണമൊക്കെ കഴിക്കുന്നു എന്ന് ചിന്തിക്കരുത്. യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു മണവാളൻ ഒരു മണവാട്ടിയോട് പറഞ്ഞുറപ്പിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ പെൺകുട്ടിയെ കാണുവാനായി മണവാളൻ തൻ്റെ ചുമതലപ്പെട്ടവരുമായി മണവാട്ടിയാകുവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കണ്ട് അവളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് 10 ദ്രഹ്മയും ഒരു നിലവിളക്കും കൊടുത്തിട്ട് അവളോട് പറയുന്നൊരു ഭാഗമാണ്. ഇത് യഹൂദ പാരമ്പര്യത്തിൽ ഉള്ള കാര്യമാണ്, യഹൂദ ചരിത്രത്തിലുള്ളതാണ്. നീ എനിക്കായി കാത്തിരിക്കണം. ഞാൻ നിനക്കൊരു ഭവനം പണിയുവാൻ പോകുന്നു. ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയായ ശേഷം നീയും ഞാനും മാത്രമായി ഒരുമിച്ച് വസിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിന്നെ ചേർത്തുകൊള്ളും. അത് ഞാൻ വരുന്നത് രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ എപ്പോഴാണെന്നറിയായികയാൽ ഏത് സമയത്ത് വന്നാലും എൻ്റെ കൂടെ പോരത്തക്കവണ്ണം നീ ഒരുക്കമുള്ളവളായിരിക്കണം. നിന്നെ ഒരുക്കിയെടുക്കാൻ വെയിറ്റ് ചെയ്യുകയില്ല ഞാൻ. നീ ഒരുങ്ങിയിരുന്നാൽ നീയുമായി ഞാൻ യാത്ര ചെയ്യുവാനിടയാകും. ആ വാക്ക് പറഞ്ഞ ആ ചെറുക്കൻ്റെ, ആ മണവാളന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ദീർഘചില നാളുകൾ ഈ മണവാട്ടി കാത്തിരിക്കും. ആ കാത്തിരിപ്പിനെയാണ്, അല്ലെങ്കിൽ ആ കാത്തിരിപ്പിന്റെ ചരിത്രം അവർക്ക് നന്നായി അറിയാം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്,
ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതിനായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് അവരെ ചേർത്ത് മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഈ ഭൂമിയിൽ ഉപദ്രവം സഹിച്ചതിനും നിന്നയേറ്റതിനും അടികൊണ്ടതിനും അവഗണിക്കപ്പെട്ടതിനും ആക്ഷേപിക്കപ്പെട്ടതിനും ഒറ്റപ്പെടുത്തിയതിനും പ്രതിഫലങ്ങൾ സ്വർഗത്തിലെ ദൈവം അമർത്തി കുലുക്കി മാന്യതയോടെ നൽകും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പാകെ ഞാനും ഏറ്റുപറയും. ഇവൻ ഈ കർത്തൃദാസൻ, ഈ കർത്തൃദാസി, ഇവർ എനിക്ക് വേണ്ടി, എൻ്റെ നാമത്തിന് വേണ്ടി ഏറെ കഷ്ടം സഹിച്ചെന്ന് കോടാനുകോടി വിശുദ്ധ സംഘത്തിന്റെ മുമ്പിൽ സർവശക്തൻ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോഴാണ് ദാസൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകുമെന്ന തിരുവചനം നമുക്ക് നിവൃത്തിപഥത്തിൽ വരുന്നത് കാണുവാൻ ഇടയാകുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ വിരുന്ന് നടക്കും. ഈ അവസരത്തിൽ ഭൂമിയിൽ 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. എതിർ ക്രിസ്തുവിന്റെ ഭരണം ആദ്യ 3.5 വർഷവും ഒടുവിലത്തെ 3.5 വർഷവുമായി 2ആയി തിരിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ 3.5 വർഷം ഉപദ്രവങ്ങളോടുകൂടെയുള്ള ഭരണമാണെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ 3.5 വർഷം മഹോപദ്രവത്തോടുകൂടെയുള്ള കഠിന ശോധനയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒടുവിലാണ് ദൈവം മഹത്വത്തോടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് വരുവാൻ ഇടയാകുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു വിരുന്ന് നടക്കും. ആ വിരുന്നിൽ അപ്പവും വീഞ്ഞും പ്രധാന വിഭവങ്ങൾ ആയിരിക്കും. അത് കർത്തൃമേശയുടെ പൂർത്തീകരണമാണ് എന്ന് കാണാം. യെരുശലേമിലെ മാളിക മുറിയിൽ 12 അപ്പസ്തോലന്മാരോടുകൂടെ പെസഹ അത്താഴം കഴിക്കുകയും അതിൻ്റെ ഒടുവിൽ 11 അപ്പസ്തോലന്മാരോട് ചേർന്ന് കർത്തൃമേശ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ഒരു തിരുവചന ഭാഗമുണ്ട്. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 29-ാം വാക്യമാണ് ഈ പറഞ്ഞത്. ശക്തിയുള്ള ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ കർത്താവും തിരുസഭയും ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും. ഈ തേജോരൂപിയായ കർത്താവും തേജസ്സിന്റെ മേൽ നിറയപ്പെട്ട ദൈവസഭയും ചേർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയൊരഗ്നിജ്വാലയിൽ കർത്താവും അവന്റെ വിശുദ്ധ സഭയും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫീലായിരിക്കും ആ വെളിപ്പാട് കാണുന്നവർക്കുണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന ശോഭയോടെയാണ് കർത്താവ് ഇരിക്കുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. കോടി സൂര്യപ്രഭയോടെ തേജസ് വാരി ചുറ്റിയ ദൈവപുത്രൻ. ആ കൂട്ടത്തിൽ തേജസ്സിന്റെ മേൽ തേജസ്സിനാൽ നിറയപ്പെട്ട ദൈവസഭയും. അവനെ നാം താനിരിക്കുന്നത് പോലെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ കോടാനുകോടി വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിന്റെ തേജസ് ഏറ്റെടുത്തുകൊണ്ട് വനഗോളങ്ങളെ താണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയൊരു തീഗോളത്തിനകത്ത് അവൻ പ്രത്യക്ഷനാകുന്നതായ ഒരു ഫീലായിരിക്കും ഇവിടെ ആളുകൾക്കുണ്ടാകുന്നതാണ്. 2 തെസ്സലോനിക്ക ലേഖനം 1:6 അവൻ കോടാനുകോടി ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം. അപ്പോൾ ഈ ശിഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവ തേജസ്സിനാൽ അന്നേരം വിളങ്ങുവാനിടയാകും. ഒറ്റ സൂര്യൻ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ പ്രകാശം കൊടുക്കുന്നത് പോലെ കോടി സൂര്യപ്രഭയുള്ള ദൈവസഭയും തൻ്റെ കാന്തനുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇടിമിന്നൽ പോലെ വിളങ്ങുവാനിടയാകും.
മത്തായി സുവിശേഷം 24:27 കർത്താവ് പറയുന്നു, മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവെഴുത്ത് പ്രസ്താവിച്ചത് ഈ പ്രത്യക്ഷതയെ ഉദ്ദേശിച്ചുള്ളതാണെന്നുള്ളത് നാം വിസ്മരിച്ചു കളയരുത്. കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ദിക്കുകൾക്ക് പ്രാധാന്യം വരുന്നു എന്ന് ചിന്തിക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷം 17:24 മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം വിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്ന് കാണുന്നു. അപ്പോൾ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്ന് പറയുന്നത് കിഴക്കോട് മുതൽ അല്ലെങ്കിൽ കിഴക്ക് മുതലുള്ള സകല ദിക്കുകളും ദിക്കോട് ദിക്കുകൾ എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രയേലിന്റെ ആ അതിർത്തിയെ കുറിച്ച് തിരുവചനം പറയുമ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ എന്ന് പറയുമ്പോൾ ഒരറ്റത്ത് ദാനും മറ്റൊരറ്റത്ത് ബേർശേബയുമാണ്. അത് മുഴുവനും ഉൾക്കൊള്ളുന്നതായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കിഴക്ക് മിന്നൽ പുറപ്പെടുന്ന പോലെ എന്ന് പറയുമ്പോൾ ചില തെറ്റായ പഠിപ്പിക്കലുണ്ട്. കർത്താവ് കിഴക്കാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന്. അങ്ങനെ ഒരു സൂചന ഈ പ്രയോഗത്തിലില്ല. സാധാരണ മരിച്ച വ്യക്തികളെ കുഴിച്ചിടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നാമധേയ സഭകളിൽ, അവരുടെ തല പടിഞ്ഞാറോട്ടാണ് വെക്കുന്നത്. തല പടിഞ്ഞാറോട്ട് വെക്കുന്നതിന്റെ പിന്നിലെ കാരണം, കിഴക്ക് നോട്ടം വരണമെങ്കിൽ തല പടിഞ്ഞാറോട്ട് വരണം. അപ്പോൾ കർത്താവ് കിഴക്കുതിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ട്. തന്നെയുമല്ല, കർത്താവിനെ നീതി സൂര്യൻ എന്ന് പറയുന്നുണ്ടല്ലോ. നീതി സൂര്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കല്ലേ? അങ്ങനെയായിരിക്കും എന്നുള്ള തെറ്റായ ചിന്തയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചവർ, മണ്ണിനടിയിൽ പോയവർ, വാഹനാപകടങ്ങളിൽ പോയവർ, വെള്ളത്തിൽ പോയവർ, അവരൊക്കെ വിശുദ്ധന്മാരാണെങ്കിൽ, കർത്താവിൽ പ്രിയം വെച്ചവരാണെങ്കിൽ അവരെ ഒന്നും അടക്കാൻ പോലും ആരുമില്ലായിരുന്നു. അല്ലെങ്കിൽ അഗ്നിജ്വാലയ്ക്കകത്ത് പോയി ചാരമായി പോയവർ, അവരുടെ തല എങ്ങോട്ടിരിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ കുഴിച്ചിടുന്നതോ തലയോ തല വെക്കുന്നതോ അല്ല കാര്യം, കർത്താവിന്റെ വരവാണ് കാര്യം. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനത്തെ വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പലപ്പോഴും യേശുക്രിസ്തു കിഴക്ക് പ്രത്യക്ഷനാകും എന്ന് കരുതി പോരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു സൂര്യൻ ഉദിച്ചാൽ ഭൂമിയുടെ ഒരു പകുതി മുഴുവൻ പ്രകാശിക്കും. 1000 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചതുപോലെ ശോഭയുള്ള കർത്താവും വിശുദ്ധ സഭയും നക്ഷത്രമണ്ഡലം താണ്ടി മേഘമണ്ഡലവും കടന്ന് വായുമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അർദ്ധരാത്രിയിലോ പ്രകാശമാകുമെന്ന് തിരുവചനം അവിടെ നിവർത്തിക്കപ്പെടുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. നക്ഷത്രമണ്ഡലങ്ങൾ കടന്ന്, ആകാശമണ്ഡലങ്ങളെ കടന്ന് വായുമണ്ഡലത്തിലേക്ക് ദൈവ തേജസ്സിന്റെ പ്രഭയാൽ ഇറങ്ങി വരുന്ന സർവശക്തനായ കർത്താവിന്റെ തേജസ്സിനാൽ അർദ്ധരാത്രിയോ പ്രകാശമായി തീരുമെന്നുള്ള പ്രവചനവചനം നിവൃത്തിയാകുവാനിടയാകും. നിങ്ങൾ ഓർക്കൂ, നമ്മുടെ കർത്താവ് വെളിച്ചങ്ങളുടെ ദൈവമാണ്. എല്ലാ ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നമ്മുടെ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് പറയുന്ന ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം വെളിച്ചമാണ്. 104-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നീ വസ്ത്രത്തെ എന്ന പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. മറുരൂപാമലയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് താബോർ പർവ്വതത്തുങ്കൽ പത്രോസ് നോക്കുമ്പോൾ അവന്റെ മുഖം ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്നത് കണ്ടു. വെളിപ്പാടുകാരനായ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജോരൂപിയായി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ മുഖം ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വ്യക്തമായ അവന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ പ്രത്യക്ഷത എപ്പോഴും
തേജസ്സിന്റെ മേൽ തേജസ് ഉള്ളതായിരുന്നെങ്കിൽ തൻ്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ ആ തേജസ്സിന് ഒട്ടും കുറവ് വരികയില്ല. തേജസ്സിൽ നാം അവന്റെ മുഖം കാണും. ദൈവത്തിന് സ്തോത്രം. ആ പ്രകാശത്തിൽ, അല്ലെങ്കിൽ കർത്താവ് ഇറങ്ങി വരുന്ന ആ വലിയ തേജസ്സിന്റെ പ്രഭയാൽ ഭൂമി മുഴുവൻ പ്രകാശപൂരിതമാകും. അതിനാൽ ഈ പ്രത്യക്ഷത എല്ലാവർക്കും വ്യക്തമായി വെളിപ്പെട്ടിരിക്കും എന്നതാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നത്. അത് രാജാവായുള്ള എഴുന്നള്ളത്താണ്. ദൈവത്തിന് സ്തോത്രം. രാജാവായുള്ള എഴുന്നള്ളത്തായതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാർ അകമ്പടി സേവിക്കുന്നത്. അവന്റെ സഭ അവനോടുകൂടെ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ അടുത്ത ഭാഗമാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്ന് നേരെ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയാണ്. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ കർത്താവ് ഒലിവുമലയിൽ ഇറങ്ങുന്നതായി കാണുന്നു. യേശു ക്രിസ്തുവിന്റെ 1-ാം വരവിന്റെ ഒടുവിലത്തെ സ്വർഗാരോഹണം നടന്നത് ഒലിവുമലയിലാണെന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പസ്തോല പ്രവൃത്തി 11-ാം അധ്യായം 1-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിൽ നാം കാണുന്നു. ആ പോയ അതേ ഒലിവുമലയിലേക്കാണ് കർത്താവ് തന്റെ സഭയുമായി ഇറങ്ങി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ പോയതുപോലെ വരുമെന്ന് ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞെങ്കിൽ, പോയടത്ത് തന്നെ വന്നെങ്കിൽ പോയ പോലെ വരുവാനിടയാകുകയുള്ളൂ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരുകയും ഒരു പാതി തെക്കോട്ടും മറ്റേ പാതി നിരന്നു വീണ് വലിയൊരു താഴ്വരയും ഉളവാകുകയും ചെയ്യും. ഇസ്രായേലിനെ കുറിച്ച് പഠനം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഹാൻക്രോ എന്ന കമ്പനി. ഈ കമ്പനിയിലെ എഞ്ചിനീയർമാർ ഒലിവുമലയെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഒലിവുമലയുടെ അടിവാരം പിളർന്നു തുടങ്ങിയതായി റിപ്പോർട്ട് ചെയ്യുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം വെക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ചില പുരാവസ്തു ഗവേഷകർ ഒലിവുമലയിൽ ഒരു ഹോട്ടൽ സ്ഥാപിക്കേണ്ടതിന്, ഒരു 5 സ്റ്റാർ ഹോട്ടൽ സ്ഥാപിക്കേണ്ടതിന് അടിസ്ഥാനമൊക്കെ ഇടുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് പുരാവസ്തു ഗവേഷകരെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല പ്രകാരം അവർ ഭൂമിക്കടിയിൽ പരീക്ഷണം നടത്തുമ്പോൾ ഭൂമിയുടെ അധോ ഭാഗത്തുനിന്ന് ഒരു വലിയ പിളർപ്പിങ്ങനെ കയറി വന്ന് ഒലിവുമലയുടെ ഭൂപ്പരപ്പിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം താഴെ വന്ന് നിൽക്കുക. ആ പിളർപ്പിങ്ങനെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒന്നും പണിയാൻ കഴിയുകയില്ല എന്ന് അവർ റിപ്പോർട്ട് കൊടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ വിശ്വസിച്ചാലും ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ഒട്ടും താമസിക്കുകയില്ല. നമ്മളാരും വിശ്വസിക്കാത്തത് കൊണ്ട്, നമ്മളാരും മാനസാന്തരപ്പെടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പലരും മാനസാന്തരപ്പെടാത്തത് കൊണ്ട് കർത്താവ് വരികയില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. അവൻ എത്രയും വേഗം വരും. ഇസ്രായേലിലെ ഒരു വലിയ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കായ ട്രിനിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക്, അതായത് TBN എന്ന് പറയുന്ന ആ വലിയ നെറ്റ്വർക്കുകാർ ഒലിവുമലയിൽ TV-യുടെ ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞു. കർത്താവ് വന്നാൽ ഈ TV-യിൽ ഇത് കാണാൻ വേണ്ടി നെറ്റ് സംവിധാനങ്ങളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ മാനുഷിക നിലയിൽ ഉള്ള ഒരുക്കങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി ദൈവസഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയ്ക്കായി സഹിച്ചു നിൽക്കുന്ന ദൈവപൈതൽ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുങ്ങിയിരിക്കുന്നവർ തന്നോടുകൂടെ മണിയറയിൽ പ്രവേശിക്കുവാനുള്ള കാലമാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ആകാശ പ്രത്യക്ഷതയ്ക്കും ഭൂമിയിലെ സഭയോടുകൂടിയുള്ള പ്രത്യക്ഷതയ്ക്കും മധ്യേ 7 വർഷത്തിന്റെ ഇടവേളയുള്ളതായി കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ കാലക്കണക്കുകൾ ആരംഭിക്കുന്നത് സൂര്യവർഷപ്രകാരമല്ല, ചന്ദ്രവർഷപ്രകാരമാണ്. ചന്ദ്രവർഷ കണക്കാണ്. തിരുവചനം പറയുന്നു അതാണ്. കാലനിർണയത്തിനായവൻ ചന്ദ്രനെ നിയമിച്ചു എന്നാണ്.
ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 104:19 ആ ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രവർഷങ്ങൾക്ക് 365 ദിവസമില്ല, 360 ദിവസങ്ങളാണുള്ളത്. 42 മാസങ്ങളെന്നും 1260 ദിവസങ്ങളെന്നും പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 11:2-3 വാക്യങ്ങളിൽ 1260 ഡിവൈഡഡ് ബൈ 42 = 30 എന്നിങ്ങനെ ചന്ദ്രവർഷ കണക്കനുസരിച്ചുള്ള 7 വർഷത്തെ കാല ഇടവേളയാണ് ബേമ ന്യായാസനത്തിങ്കലെ ന്യായവിധിയും കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നും മറ്റും സ്വർഗസ്ഥലങ്ങളിൽ നടക്കുന്ന ഈ അവസരത്തിൽ ഭൂമിയിൽ നടക്കുന്ന എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കണം, ന്യായാസനത്തിങ്കൽ പ്രതിഫലം പ്രാപിച്ച സന്തോഷത്തോടെ കർത്താവിനോടുകൂടെ നിൽക്കുന്ന ദൈവസഭ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വലിയ ഉപദ്രവങ്ങളുടെ നടുവിൽ യഹൂദനും ഇവിടെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാത്ത ആളുകളും ഒരുമിച്ച് ഇവിടെയായിരിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലവും പീഡനകാലവും സമാന്തരമായി ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അതേപോലെ തന്നെ സ്വർഗത്തിൽ വിശുദ്ധന്മാരും ദൈവസഭയും ഒരുമിച്ചിരിക്കും. ഇങ്ങനെ ഇത് രണ്ടും സമാന്തരമായി 2 ഇടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ 7 വർഷത്തെ മഹോപദ്രവകാല പീഡനത്തിന്റെ ഒടുവിൽ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഒലിവ് മലയിൽ ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി പിശാചിനെ 1000 വർഷത്തേക്ക് 1000 ആണ്ടേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് ഭൂമിയിൽ 1000 വർഷം എൻ്റെ കർത്താവ് ഭരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഇനി ഈ ഭൂമിയിലേക്ക് വരുന്നത്? ഇവിടത്തേക്ക് തീർന്നു പോയതല്ലേ, നീ ഭൂമിയിലോട്ട് വരേണ്ട കാര്യമുണ്ടോ? നീ ഇവിടെയാ നിന്ദിക്കപ്പെട്ടത്, നീ ഇവിടെയാ അവഗണിക്കപ്പെട്ടത്, നീ ഇവിടെയാ തള്ളപ്പെട്ടത്, ഇവിടെയാ നീ കല്ലേറുകൊണ്ടത്, ഇവിടെയാ നീ ആക്ഷേപിക്കപ്പെട്ടത്. നിന്ദിക്കപ്പെട്ടിടത്ത് മാനിക്കപ്പെടേണ്ട ദൈവത്തിന്റെ നീതിയായതുകൊണ്ട് തന്റെ വിശുദ്ധന്മാരുമായി കർത്താവ് ഭൂമിയിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഒരു നേർച്ച കഴിക്കാൻ വരികയല്ല. നീ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിന്നെന്നും നീ ഈ ഭൂമിയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നത് എന്തിനാണെന്നും ഇവിടെ ജീവിച്ചിരിക്കുന്ന നിന്നെ ആക്ഷേപിച്ചവർ കാണേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, ഹോവേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് നിന്ദിക്കേണ്ടതിന് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം നൽകണമേ. നന്മയ്ക്കായി സ്വർഗം ഒരു അടയാളം തന്നതാണ്. നിന്റെ കാത്തിരിപ്പ് വൃഥാവല്ലെന്നും നീ കാത്തിരുന്ന കർത്താവ് സത്യമാണെന്നും അങ്ങനെയൊക്കെ ഉണ്ടെന്നും തിരുവചനം പറഞ്ഞതും തിരുവചനത്തിൽ പ്രസ്താവിച്ചതും പ്രഘോഷിച്ചതും പ്രസംഗിച്ചതും വിശ്വസിച്ചതുമെല്ലാം പരമയാഥാർത്ഥ്യമായിരുന്നെന്ന് വെളിപ്പെടുത്തേണ്ടതിനാണ് അവൻ 1000 ആണ്ട് ഇവിടേക്ക് വാസത്തിനായി തന്റെ കുഞ്ഞുങ്ങളുമായി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. 1000 വർഷത്തിന്റെ ഒടുവിൽ പിശാചിനെയും അവന്റെ ദൂതന്മാരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് അവന്റെ സകല പ്രവർത്തനങ്ങളെയും സ്വർഗം അവസാനിപ്പിക്കും. പിശാചിന് ഒരവസാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പലരും ചെയ്യുന്നത്, പിശാചിനെ ആരാധിക്കുകയാണെങ്കിൽ ഇനി എങ്ങാനും കാലക്കേടിന് നരകത്തിലോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ ഈ ഭൂമി വെച്ച് എന്നെ ആരാധിച്ച ആയതുകൊണ്ട് അവനെ ഞാൻ അവിടെ മാന്യമായ സ്ഥാനത്ത് നിർത്തും എന്നൊക്കെയുള്ള വിചാരവും എന്നൊക്കെയുള്ള മിഥ്യാധാരണയും കൊണ്ടാണ് ഇവിടെ പിശാചിനെ ആരാധിക്കുകയും സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ ആളുകൾ തയ്യാറാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തിരുവചനം വിളിച്ചു പറയുന്നത് പിശാച് അവിടെ സന്തോഷിച്ച് അധോലോകത്തിന്റെ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുകയാണെന്നല്ല, പിശാച് അവിടെ രാപ്പകൽ ദണ്ഡനം അനുഭവിക്കുകയാ. ഗന്ധകവും തീയും കത്തുന്ന പൊയ്കയിലേക്ക് അവൻ ചെന്ന് പതിക്കുമ്പോൾ അവിടെ എപ്പോഴും കരച്ചിലും പല്ലുകടിയും അല്ലാതെ അവിടെയും ഇതുപോലെ ജഡപ്രകാരം സുഖിക്കുവാൻ കഴിയുന്ന, ആനന്ദിക്കുവാൻ കഴിയുന്ന
ലോക സുഖ ലൗകിക സുഖങ്ങളുടെ വലിയൊരു പരമോന്നതി ആ പാതാളത്തിലെ ഭരണത്തിൽ, ആ ജീവിതത്തിൽ ഉണ്ടെന്ന് പലരും തെറ്റിദ്ധരിക്കുകയാണ്. പിശാച് പോലും ഈ കഷ്ടപ്പാടിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു വരണമെന്നോർത്ത് നിലവിളിക്കുകയാ. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഗദരദേശത്തെ ഭൂതാത്മാവ് ബാധിച്ച മനുഷ്യന്റെ അടുക്കൽ ചെന്നപ്പോൾ, നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ എന്ന പിശാച് കർത്താവിനോട് ചോദിക്കുന്നത്. അപ്പോൾ പിശാചിനെയും ദണ്ഡിപ്പിക്കാൻ അധികാരമുള്ള ഒരുത്തൻ ഉണ്ടെന്നുള്ളത് തിരുവചനം സത്യമായി വെളിപ്പെടുത്തുകയാണ്. ആ അധികാരമുള്ളവനാണ്. സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നോ എന്ന് പിശാച് ചോദിക്കുമ്പോൾ അവനറിയാം അവൻ ദണ്ഡനം അനുഭവിക്കേണ്ട ഒരു സമയമുണ്ടെന്ന്. അവനെ ആരാധിക്കുന്നവരറിയുന്നില്ല, അതൊട്ട് അവൻ പറഞ്ഞു കൊടുക്കത്തുമില്ല. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പിശാചിനെയും കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഇവർക്കെല്ലാം സ്തുതി പാടിയ സ്തുതിപാഠകരെയെല്ലാം ഒരുമിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഭൂമിയെ തീ കൊണ്ട് അഴിച്ചു കളഞ്ഞ് ഇവിടുത്തെ സകല വ്യവസ്ഥിതികൾക്കും ഒരവസാനം കർത്താവ് വരുത്തും. അതിനാണ് അവൻ മഹത്വത്തോടെ തൻ്റെ സഭയുമായി ഈ ഭൂമിയിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ഒടുവിലെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ കർത്താവിനായി കാത്തിരിക്കുകയാണല്ലോ. കർത്താവിനായി കാത്തിരിക്കുന്ന നമ്മുടെ ഹൃദയം എപ്രകാരമുള്ളതായിരിക്കണം? 1-2 ഭാഗങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 1:7-8 വാക്യങ്ങളിൽ ഉറപ്പുള്ള ഹൃദയമുള്ളവരായിരിക്കണം, അതായത് കൃപാവരങ്ങളാൽ നിറഞ്ഞവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 3:11 മുതൽ 13 വരെ സ്ഥിരതയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. 2 കൊരിന്ത്യർ 4:6 പ്രകാശിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കണം. 4 കർത്താവിനായി പാടുന്ന ഹൃദയമുള്ളവരായിരിക്കണം. തിരുവചനം പറയുന്നു, സന്തോഷമുള്ളവർ പാട്ട് പാടണം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും. എഫേസ്യ ലേഖനം 5:19 അത് കാണുന്നു. 5 ക്രിസ്തു വസിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കണം. എഫേസ്യ ലേഖനം 3:17 നാം അത് കാണുന്നു. അടുത്തത് റോമാലേഖനം 5:5 ദൈവസ്നേഹം നിറഞ്ഞ ഹൃദയമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നല്ലോ. അടുത്തത് 1 പത്രോസ് 3:14 ഹൃദയത്തെ കർത്താവിനായി വേർതിരിച്ചവരായിരിക്കണം, അവരാണ് കർത്താവിൻ്റെ വരവിൽ പോകുന്നത്. അടുത്തത് യേശുക്രിസ്തുവിൻ്റെ രക്തം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായിരിക്കണം. ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരും കർത്താവിൻ്റെ രക്തം ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരുമെന്ന എബ്രായ ലേഖനം 10:22 നാം വായിക്കുന്നു. അടുത്തത് 10:22 മറ്റൊരു കാര്യം പറയുന്നു, പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കണം. അതുകൊണ്ട് തക്ക സമയത്ത് സഹായം ലഭിക്കേണ്ടതിന്, കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം. ഒടുവിൽ 10ാമത്തെ കാര്യം കൊലോസ്യ ലേഖനം 3:16 നാം കാണുന്നു, ദൈവ വചനം വസിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ 10 കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിനുണ്ടായിരിക്കണം. എന്നാലേ അവൻ വരുമ്പോൾ പോകാനൊക്കുകയുള്ളൂ. വിളക്കുണ്ട്, തീയുണ്ട്, തിരിയുണ്ട്, കത്തുന്നുണ്ടായിരുന്നു, കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, എതിരേക്കാൻ പോയതാണ്, ഇടയ്ക്ക് ക്ഷീണം വന്നെങ്കിലും ഉണർന്നു, എല്ലാവരും തെളിച്ചു, ഞങ്ങളും തെളിച്ചു.
ഇങ്ങനെ വന്നാലും ഒടുവിൽ ജ്വലിക്കേണ്ട സമയത്ത് ജ്വലിക്കാൻ എണ്ണയില്ലാതെ പോയ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെ പോലെയല്ല. നീ ഒരുങ്ങിയിരുന്നു, നീ കാത്തിരുന്നു, നീ പ്രതീക്ഷിച്ചിരുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവന്റെ വരവിന്റെ സമയത്ത് അയോഗ്യതയുള്ളവനായാൽ അതുവരെ കാത്തിരുന്നതിന്റെ പരിഗണനയൊന്നും എൻ്റെ കർത്താവ് തരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചന ഭാഗത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ കർത്താവ് വരും. അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച്, അതിന്റെ പ്രസ്താവനകളെ കുറിച്ച്, അതിന്റെ തിരുവചന വെളിപ്പാടുകളെ കുറിച്ച് ഒക്കെ നമ്മൾ ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് വരും. ഇതുവരെ അവിടുന്ന് പറഞ്ഞതെല്ലാം അണുവിട തെറ്റാതെ നടന്നെങ്കിൽ ഇതും നടക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞതൊന്നും ഇതുവരെ നടക്കാതിരുന്നില്ലെങ്കിൽ, ഞാൻ പോയ പോലെ വരുമെന്ന് അവൻ പറഞ്ഞാൽ ഇതും നടക്കും. ദൈവത്തിന് സ്തോത്രം. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ സകലതുമായി ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നീ ഉറങ്ങിയാലും, നീ ഉണർന്നിരുന്നാലും, നീ ഒരുങ്ങിയാലും, നീ ഒരുങ്ങാതിരുന്നാലും കർത്താവ് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് വരും. ഇന്ന് ഇവിടെ ഞെരുങ്ങിയതിന്, നിന്ന സഹിച്ചതിന്, പേപ്പട്ടിയെ പോലെ ഓടിച്ചതിന്, ഉപദ്രവങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി നിന്നതിന്, ഇവിടെ ചില ഭൗതിക നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടി വന്നെങ്കിലും അതൊക്കെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച് ചില സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയതിന്, ദൈവത്തെ ആരാധിക്കുന്നു എന്ന ഏക കാരണത്താൽ മാറ്റി നിർത്തിയതിന് എല്ലാത്തിനും ഒരു പ്രതിഫലമുണ്ട്. ദൈവസന്നിധി ചെന്ന് നിൽക്കുന്ന നിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ കർത്താവ് പറയും, ഇവൾ ഭൂമിയിൽ എന്നെ ഏറ്റുപറഞ്ഞവളാണ്. ഒരു പിതാവ് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ അവൻ നിന്നെ ആദരിക്കും. ഇനി നീ ഒന്നുകൂടെ കരയും. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് നീ ഒരിക്കലും കരയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് നിലവിളിയുണ്ട്, കണ്ണുനീരുണ്ട്, ഒത്തിരി കരയുന്നുണ്ട്. പക്ഷെ ഇനി ഒന്നുകൂടെ കരയും. നമ്മുടെ കർത്താവിനെ കാണുമ്പോൾ ഒന്നുകൂടെ കരയും. ദൈവത്തിന് സ്തോത്രം. അതോടെ നിന്റെ കണ്ണുനീർ തീർന്നു പോകും. ഇവിടെ പലപ്പോഴും ആരും കാണാതെ, പലപ്പോഴും തുടച്ചിട്ടും നെഞ്ചു പൊട്ടുന്ന സങ്കടങ്ങളുടെ നടുവിൽ പൊടുപട പൊട്ടി ഒഴുകുന്ന കണ്ണുനീർ നിന്നെ എടുത്ത്, ആ കണ്ണുനീർ നിന്നെ എടുത്ത് എൻ്റെ കർത്താവ് മടിയിലിരുത്തി തൻ്റെ കൈ കൊണ്ട് തുടച്ചു കളയുന്നതോടെ നിന്റെ കണ്ണുനീര് തീരും. ഇവിടെ കരഞ്ഞ കരച്ചില് അവിടെ ചെന്ന് ഒന്നുകൂടെ കരയുമ്പോൾ അവൻ ഒരു കുഞ്ഞിനെ ഒരമ്മ മടിയിലെടുത്ത് ആശ്വസിപ്പിക്കുന്ന പോലെ മടിയിലിരുത്തി അവന്റെ ആണിപ്പെടുതേറ്റ കരം വെച്ച് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതോടെ നിന്റെ കണ്ണുനീര് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. സയൻസ് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് 3 ആഴ്ചകൾക്ക് ശേഷമാണ് കണ്ണുനീർ കണ്ണിൽ ആരംഭിക്കുന്നതെന്ന ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞുണ്ടാകുമ്പോഴേ കണ്ണുനീരില്ല, 3-ാമത്തെ ആഴ്ച മുതൽ അതിന്റെ കണ്ണിൽ കണ്ണുനീര് ഉണ്ടാകുവാൻ തുടങ്ങുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ന് മുതലുള്ള കണ്ണുനീര് ഈ ഭൂമിയിൽ പുറന്നു വീണ് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മുതലുള്ള കണ്ണുനീര് തമ്പുരാന്റെ സന്നിധിയിൽ കർത്താവ് തുടയ്ക്കുന്നതോടെ ആ കണ്ണുനീര് അവസാനിക്കും. ഈ ഭൂമിയിൽ പലരും നിന്നോട് പറഞ്ഞിട്ടുണ്ട് കരയേണ്ടെന്ന്. പക്ഷെ അതൊന്നും പരിഹാരമല്ല. കരയേണ്ടി വന്നിട്ടുണ്ട് പിന്നീടും.
ഈ ഭൂമിയിൽ പലരും നമ്മുടെ കണ്ണുനീർ തുടച്ചിട്ടുണ്ട്, പിന്നെ കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ, നമ്മുടെ ആത്മമണാളനായ കർത്താവ്, നീ കരയേണ്ടെന്ന് നീ പറഞ്ഞാൽ നീ കരയേണ്ടി വരികയില്ല. നിന്റെ കണ്ണുനീര് ആ കരം കൊണ്ട് തുടച്ചാൽ ഇനി ആ കണ്ണ് നിറയാൻ അവൻ അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഉണ്ടായ നാളു മുതൽ ഇന്നു വരെയുള്ള സകല കണ്ണുനീരിനും അന്ന് അവസാനം വരും. ഇവിടെ നോക്കിയിരുന്ന് കണ്ണുകൾ മങ്ങുന്ന ദൈവ പൈതൽ, അവന്റെ ഒളി മങ്ങുന്ന കണ്ണിലും കർത്താവിന്റെ വരവിന്റെ തിളക്കത്തിൽ തന്നെ അവന്റെ ഹൃദയം നിൽക്കുന്നെങ്കിൽ, ഉത്തമഗീതത്തിൽ ശൂലേരി പറയുന്നത് പോലെ, ഞാൻ ഉറങ്ങുന്നെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, നാം ഈ സംസാര സാഗരത്തിൽ ഇടത്തപ്പാടുകളുടെ നടുവിലൂടെ നീങ്ങുമ്പോഴും നമ്മുടെ അന്തരാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തേണ്ട കാര്യം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ആ വരവിനായി ഒരുങ്ങുവാൻ, അതിനായി നാം തയ്യാറാകുവാൻ, ഇവിടെ നമുക്ക് കർത്താവിന്റെ വരവിന് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളെയും മുറിച്ചു കളയേണ്ടിയിരിക്കുന്നു. ഒരു മരം ഭൂമിയിലേക്ക് വെട്ടിയിടുന്നതിന് മുമ്പ് മറ്റു മരങ്ങളുമായിട്ടൊക്കെ അതിന് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ കൊമ്പുകളും ശിഖരങ്ങളുമെല്ലാം, അതിൽ കയറി കിടക്കുന്ന മറ്റു വള്ളികളും വേരുകളുമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ആ മരത്തെ സ്വതന്ത്രമാക്കിയ ശേഷം അതിനെ വെട്ടിയിടുന്നത് പോലെ, ഈ ലോകത്തിലെ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വിടുവാൻ കഴിയാത്ത വിധത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന കയറുകളെല്ലാം ഒന്ന് സ്വതന്ത്രമാക്കേണ്ടിയിരിക്കുന്നു. നീ ഒറ്റയ്ക്ക് ഈ ഭൂമിയിലേക്ക് വന്നു, നീ ഒറ്റയ്ക്ക് തിരിച്ചു പോകേണ്ട സമയം അടുത്തു വന്നിരിക്കുക. നിന്റെ കാന്തൻ നിന്നെ വിളിക്കുവാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സമയത്തിലേക്ക് വരികയാണ്. ദൈവസഭ എന്ത് കാത്തിരുന്നോ അതിവിടെ നടക്കും. ദൈവ പൈതൽ എന്ത് കാത്തിരുന്നോ അത് എത്രയും താമസം വിനാ നടക്കും. ദൈവത്തിന് സ്തോത്രം. രാജനേശു വന്നിടും. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഭക്തൻ പാടുന്നത് പോലെ, നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നീ ഒരുങ്ങാനുള്ള സമയമായി. ഈ ദിവസങ്ങളെ, ഈ സമയങ്ങളെ മാറ്റണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരും. ഈ കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം മറയും. ഒരു പുതുയുഗം വിരിയും. ഒരു മടങ്ങി വരവ് ഇങ്ങോട്ടില്ലാത്ത വിധത്തിൽ 1000 ആണ്ടുവാഴ്ച കഴിഞ്ഞ് നാം നിത്യതയിൽ മറയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മളെല്ലാവരും അന്യോന്യം പറഞ്ഞേച്ചു പോകുന്നത് പോയിട്ട് വരട്ടെ എന്നാ. പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് ഓരോരുത്തരും യാത്ര പറഞ്ഞു പോകുന്ന. അത് വിദേശത്തോട്ട് പോയാലും വേറെ രാജ്യത്തോട്ട് പോയാലും എവിടേക്ക് പോയാലും പൊക്കോട്ടെ എന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ തിരുത്തും. പോയിട്ട് വാ എന്ന് പറയണമെന്ന്, പോയിട്ട് വരട്ടെ എന്ന് പറയാന്ന്. ഇനി പോയിട്ട് ഇങ്ങോട്ട് വരികയില്ലാത്ത വിധത്തിൽ 1000 ആണ്ടുവാഴ്ച കഴിഞ്ഞ് നമ്മൾ മറയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ വരവിനായി തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ആരും ഒരുങ്ങാഞ്ഞത് കൊണ്ട് അവന്റെ പദ്ധതി ദീർഘിപ്പിക്കുകയില്ല. അവന്റെ പ്ലാൻ അവൻ അവസാനിപ്പിക്കുകയില്ല. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് അവൻ വരും. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന അത്തിയെ നോക്കിയിട്ട്, ഇത് ഈ നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? അതിനെ വെട്ടിക്കളയാമെന്ന് പറയുമ്പോൾ, നാഥാ, ഞങ്ങൾ ഒന്നുകൂടെ കിളച്ച് വളമിടുവോളം ഈ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ, മേലിൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് ഒരു വർഷവും കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയെങ്കിൽ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, അവന്റെ വരവിൽ ഒരുങ്ങുവാൻ, അവന് വേണ്ടി നിൽപ്പാൻ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ, ഒരു നല്ല വിശുദ്ധ ജീവിതത്തിനായി ദൈവകരത്തിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. അതിനായി ഒരുങ്ങാം, ഉണരാം. കർത്താവിന്റെ വരവെങ്കിൽ അവനോടൊപ്പം കാണപ്പെടുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവാസന്നിധാനത്തിങ്കൽ ഓർപ്പിച്ചുകൊണ്ട് തിരുവചന ഭാഗത്തുനിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകും.